രത്നങ്ങളും മനുഷ്യരുമായിട്ടുള്ള ബന്ധം പുരാതന കാലം മുതൽ ഉള്ളതാണ്. എന്നാൽ രത്നങ്ങൾ ഗ്രഹങ്ങളായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. അറിയാം രത്നങ്ങളെക്കുറിച്ചും ഗ്രഹങ്ങളെക്കുറിച്ചും രത്നശാസ്ത്രയിൽ. പതിവ് പോലെ കൂടെയുള്ളത് ഉണ്ണികൃഷ്ണൻ ശിവാസ്, പ്ലാനറ്ററി ജെമോളജിസ്റ്റ്. രത്നശാസ്ത്രത്തിലേക്ക് നമസ്കാരം. നമ്മൾ രത്നങ്ങൾ, പ്രീഷ്യസ് ആയിട്ടുള്ള പല രത്നങ്ങളും സെമി പ്രീഷ്യസ് ആയിട്ടുള്ള അല്പമൂല്യ രത്നങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. പലപ്പോഴും നമ്മൾ ഒരു അമൂല്യ രത്നത്തിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അല്പമൂല്യ അല്ലെങ്കിൽ സെമി പ്രീഷ്യസ് ആയിട്ടുള്ള രത്നങ്ങളും പ്രേക്ഷകരോട് പങ്കുവയ്ക്കാറുണ്ട്. ഇതൊന്നും നമ്മൾ രത്നങ്ങൾ ഉപയോഗിക്കുമ്പം ഏറ്റവും ശ്രദ്ധിക്കേണ്ട, കെയർഫുള്ളാവേണ്ട ഒരു രത്നമാണ് വജ്രം, ഡയമണ്ട്സ്. അനുയോജ്യമാണ്, എന്നിരുന്നാൽ പോലും അത് ഉപയോഗിക്കാനുള്ള ഒരു പ്രായപരിധിയൊക്കെ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട് അല്ലേ. ഇതിന് ഇപ്പം ഒരാൾക്ക് ഡയമണ്ട് അനുയോജ്യമാണ്, പക്ഷെ ആളുടെ ഒരു ഏജ് അത്ര നല്ലതല്ല. ഈ ഡയമണ്ട്സ് അല്ല, എല്ലാത്തിനകത്തും ഒരു ഏജ്. ഇപ്പം നമ്മൾ പേൾസ് ഉപയോഗിക്കുമ്പോൾ മുത്തുകൾ പലരും സ്റ്റോണായിട്ട് നമുക്ക് വാങ്ങി ധരിക്കുന്നുണ്ടല്ലോ. അതെ. ഈ മുത്തുകൾ എന്ന് പറയുന്നത് ശരിക്കും മൂൺ എന്ന് പറയുന്ന പ്ലാനറ്റ്, അത് ചന്ദ്രനുമായിട്ട് ബന്ധമാണ്. അപ്പോൾ അത് ആൾക്കാർ ഈ പറഞ്ഞതുപോലെ ബർച്ചാട്ടൊക്കെ നോക്കിയതിന് ശേഷം പേൾസ് ധരിക്കുന്നവരുണ്ട്. അപ്പോൾ പേൾസ് ധരിക്കുന്ന വരുമ്പോൾ പേള് ശരിക്കും വാട്ടർ എലമെൻ്റ് കടലിൽ നിന്ന് കിട്ടുന്നതാണത്. അതിനകത്തൊരു ഓൾറെഡി ഒരു തണുപ്പുണ്ട്. അതിനകത്ത് 4 to 5% വെള്ളം തന്നെയുണ്ട്, അതിനകത്ത് ജലാംശമുണ്ട്, നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് തേഞ്ഞു പോകുന്നതും. വെള്ളത്തിലിട്ടാൽ പെട്ടെന്ന് അത് അബ്സോർവ് ചെയ്യും, വെള്ളം അബ്സോർവ് ചെയ്യുകയും കല്ല് കേടായി പോവുക ചെയ്യുന്നതിൻ്റെ കാര്യം. ഇത് നമുക്ക് ഈ പേൾസ് നമുക്ക് അനുയോജ്യമായ ഒരാളാണെങ്കിൽ പോലും ഒരു 60+ മേളിലോട്ട് വരുന്നവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യാറേ ഇല്ല കല്ല്. കാരണം വെച്ചാൽ അത് തണുപ്പാണ്, ബോഡിയിൽ റൊമാറ്റിക് കംപ്ലയിൻസ് ഉണ്ടാക്കാനും ചെറിയ തരത്തിലുള്ള സൈനസ് പ്രോബ്ലം ഉണ്ടാക്കാനും നമ്മുടെ ബോഡിയുടെ റെസിസ്റ്റൻസ് പവർ മുന്നോട്ട് ഏജ് ആകും തോറും കുറവാണ്. അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം അല്ലെങ്കിൽ ഹെൽത്ത്. എന്നാൽ പോലും ഏജ് ഒരു ഫാക്ടറാണല്ലോ. അതെ, ഇല്ലേ? അതൊരു പ്രകൃതി നിയമമാണ്. അതെ അതെ. അപ്പോൾ കൂടുതൽ തണുപ്പ്, ഒരുപാട് ചൂട് ഒന്നും ബോഡിക്ക് പറ്റുകയില്ലാത്തൊരവസ്ഥ. ആൾക്കാരൊരു 62, 63 കഴിയുമ്പോഴത്തേക്കും റിട്ടയർമെൻ്റ് ആയിട്ട് നിൽക്കുന്ന സമയം പേൾസ് യൂസ് ചെയ്യുമ്പം അത് പേള് നമ്മുടെ ബോഡിയിൽ ഈ തണുപ്പ് നമ്മളറിയാതെ തന്നെ കൂട്ടും. അറിയത്തില്ല, പിന്നെ ചെറിയ ചുമ തുടങ്ങും, മനസ്സിലാകത്തില്ല, ഈ കല്ലാ കിടക്കുന്നത് മനസ്സിലാകത്തില്ല. അപ്പം അങ്ങനെ വരുന്ന കാലഘട്ടത്തിൽ നമ്മൾ വളരെ നോക്കിയിട്ട് ഇതിൻ്റെ ശരിക്കും ഈ പ്രായം കൺസിഡർ ചെയ്യും. അങ്ങനെ വരുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് എന്താ വെച്ചാൽ ഈ പേള് മൂണിനെ എൻഹാൻസ് ചെയ്യേണ്ട ഒരു പ്ലാനറ്ററി പൊസിഷനാണ് അദ്ദേഹത്തിൻ്റെ. മൂൺ സ്റ്റോൺ എന്ന് പറയുന്ന സ്റ്റോൺ അവിടെ കൊടുക്കും, ചന്ദ്രകാന്ത്. അത് നമ്മൾ ഭൂമിക്കടിയിൽ നിന്ന് മൈൻ ചെയ്തെടുക്കുന്ന ഒരു റോക്ക് മിനറലാണ്. ഫ്ലഡ് സ്പാർ എന്ന് പറയുന്ന ഒരു മിനറൽ റോക്കാണ്. അത് കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ചന്ദ്രകാന്തം, ആ ചന്ദ്രൻ്റെ എനർജി നമ്മുടെ ബോഡിയിൽ കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു രത്നമാണ്. അതാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം ഇത് കൊടുക്കുന്നതിൻ്റെ രീതികളാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ചന്ദ്രനെ എൻഹാൻസ് ചെയ്യുന്ന മുത്ത് കൊടുത്തേക്ക് അത് ഏത് പ്രായക്കാരും കൊടുത്ത് അങ്ങനെ നിൽക്കിയിട്ട് കാര്യമില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ലത്. ചില രത്നങ്ങൾ നമുക്ക് ഇതിനനുസരിച്ചിട്ട് നമ്മൾ അതെ അതെ ഒന്നല്ലെങ്കിൽ മറ്റൊന്നുണ്ടല്ലേ, ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് ഉടനെ തന്നിട്ടുണ്ട്. പ്രകൃതി അങ്ങനെയാണ് തന്നിരിക്കുന്നത്. അത് കറക്റ്റായിട്ട് നമ്മൾ പോയി ചൂസ് ചെയ്യണത്, കറക്റ്റ് ആയിരിക്കണം നമ്മൾ എടുക്കുന്നത്. അതിലേക്കൊന്ന് എത്തിപ്പെടുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ടാസ്ക് എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ നമുക്കൊരു ഇഞ്ചക്ഷൻ തരണമെങ്കിൽ ഒരു കുട്ടിക്ക് കൊടുക്കുന്നത് വളരെ മൈൽഡായിട്ടുള്ള, ഇപ്പോൾ നമ്മൾ മരുന്ന് മേടിച്ചാലോ കുട്ടികൾക്കുള്ള ഇൻഫൻറ്റ് അങ്ങനെ സിറപ്പുകളൊക്കെ അല്ലേ കൊടുക്കുന്നത് അല്ലേ. ഒരു 10 വയസ്സുള്ളതായിട്ടുള്ള പിള്ളേർക്ക് കൊടുക്കുന്നത് മരുന്നാണോ ഒരു 35 വയസ്സുള്ള ആൾക്ക് കൊടുക്കുന്നതല്ല. അതിൻ്റെ ഡോസേജ് വ്യത്യാസം ഉണ്ടാവും, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് വ്യത്യാസം ഉണ്ടാവും. ഇന്ന് പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ഈ പ്രായവും ആ ഒരു കാലഘട്ടവും ഒക്കെ ഒന്ന് നോക്കിയിട്ട് വേണം നമ്മൾ. കല്ലുകളിൽ നമുക്ക് പ്രീഷ്യസ് സ്റ്റോൺസ്, അമൂല്യരത്നങ്ങൾ, സെമി പ്രീഷ്യസ് സ്റ്റോൺസ്, അല്പമൂല്യ രത്നങ്ങൾ, ഓർഗാനിക് സ്റ്റോൺസ്, കോറൽസ്, പേൾസ്, എംബർ, അങ്ങനെയുള്ളത് ഇതെല്ലാം ഉണ്ട്. പിന്നെയും കല്ലുകളുള്ളത് സിന്തറ്റിക് പേൾസ്, അങ്ങനെ പലതും മനുഷ്യനായിട്ട് ഉണ്ടാക്കുന്ന പല സംഗതികൾ, നിർമ്മിച്ചെടുക്കുന്ന പല സംഗതികളുണ്ട്. അപ്പോൾ ഇത് കല്ലിൻ്റെ
ഒരു നേച്ചർ മനസ്സിലാകണം. ഈ കല്ല് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ആക്ടിവേറ്റ് ചെയ്യുന്നത്, ഈ കല്ല് എന്തിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അത് ഈ വ്യക്തിക്ക് എങ്ങനെ സ്വാധീനം ഉണ്ടാക്കുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഈ ചാർട്ടും ഡിവിഷണൽ ചാർട്ടുകളും ഒക്കെ നന്നായി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ കല്ല് സജസ്റ്റ് ചെയ്യുന്നത്. അതിനകത്ത് പ്രായം ഒരു പ്രധാന ഘടകമാണ്. ഇപ്പം ഈ പറഞ്ഞ നമ്മൾ ചോദിച്ചു വന്ന കാര്യം ഡയമണ്ട് അനുയോജ്യമാണ്, എന്നാൽ പോലും ആ ഒരു കാലഘട്ടം അല്ലെങ്കിൽ ആ ഒരു ഏജ് ഉപയോഗിക്കാൻ അത്ര നല്ലതല്ല. ഡയമണ്ട്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡയമണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത് വീനസ് എന്ന് പറയുന്ന റൊമാൻറ്റിക് പ്ലാനറ്റിൻ്റെ സ്റ്റോണാണ്. വീനസ് എന്ന് പറയുന്ന ഗ്രേക്ക് ഒരു സുന്ദരിയാണ്, റൊമാൻറ്റിക്കാണ് ആള്. റൊമാൻസാണ് ആ പ്ലാനറ്ററി പൊസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ, മനസ്സിലായല്ലേ? അപ്പോൾ ഈ റൊമാൻറ്റിക്കായിട്ടുള്ള പ്ലാനറ്റിൻ്റെ സ്റ്റോണ് ഏത് കാലഘട്ടത്തിലാണ് അത് ഉപയോഗിക്കേണ്ടത് ചിന്തിച്ചു നോക്കാം. നമുക്കൊരു മാരേജുമായിട്ട് കണക്റ്റഡായിട്ട് ഒരു കാലഘട്ടം പഠനകാലത്ത് അത് ആവശ്യമുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പഠനകാലം എന്ന് പറയുമ്പോൾ ആ ഒരു ടീനേജ് ടൈം 13, 14, 15, 16, 18 ഈ ഏജിൽ നമ്മൾ ഒരു റൊമാൻറ്റിക് പ്ലാനറ്റിൻ്റെ സ്റ്റോണ് ഒരു കുട്ടിയിൽ ആണാട്ടെ പെൺകുട്ടിയാട്ടെ കൊടുത്താൽ അത് ഗുണത്തേക്കാളേറെ ദോഷമായിരിക്കും. കാരണം ഇത് ഏറ്റവും ഹാർഡ്നെസ് ഉള്ള കല്ല്. അത് നമ്മൾ ഈ കുട്ടിക്ക് കൊടുത്താൽ ഈ കുട്ടിയുടെ പഠിത്തത്തിൽ നിന്ന് പെട്ടെന്ന് ഡെവിയേഷൻ വരും, റൊമാൻസിലേക്ക് തിരിയും. കാരണം ആ ഒരു പ്ലാനറ്റിൻ്റെ ഒരു ആക്ടിവേഷൻ അവിടെ നടക്കും. ഒറ്റക്കാര്യം ചിന്തിച്ചാൽ മതി. വാലന്റൈൻസ് ഡേക്ക് വേൾഡ് മൊത്തം പണ്ടത്തെ പോലെ എല്ലാവരും വാലന്റൈൻസ് ഡേ ചെയ്യുന്ന എന്ത് കല്ലാണ് കൊടുക്കാറ് സാറിന് ആൾക്കാർ? ഡയമണ്ട്സ് മാത്രമേ കൊടുക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ ലവ് ആൻഡ് റൊമാൻസ് സിഗ്നിഫിക്കൻസ് ഉള്ളതുകൊണ്ടാണ്. ഇപ്പോൾ 18 വയസ്സുള്ള കുട്ടിയുടെ ബർത്ത് ചാർട്ടിൽ ആ കുട്ടിക്ക് ഡയമണ്ട് ചേരുന്നുണ്ടെങ്കിലും അതിന് നമ്മൾ കൊടുക്കുന്നില്ല. പകരം ആ കുട്ടിക്ക് സെയിം കുട്ടിക്ക് അത് മാരേജ് അല്ലെങ്കിൽ അതിൻ്റെ പഠിത്തം കഴിഞ്ഞിട്ട് ജോലി കയറി അതിനൊരു കല്യാണ സമയത്ത് അത് ഇട്ട് കൊടുക്കുക, ഒരുപാട് ഗുണം ചെയ്യത്. ഇതിന് അനുയോജ്യമാണെങ്കിൽ സന്തോഷകരമായിട്ടുള്ള ഒരു ഇപ്പോൾ മാരേജ് കഴിഞ്ഞാലും ആ റൊമാൻസ് ഉണ്ടാവുമല്ലോ, ഇല്ലേ? അങ്ങനെ കൊടുക്കേണ്ടത്. അപ്പോൾ ഈ കുട്ടിക്ക് എന്ത് കൊടുക്കണം? വീനസ് എന്ന് പറയുന്ന പ്ലാനറ്റ് കൊച്ചൊരു കലാകാരിയാണെന്ന് വിചാരിക്കുക. കലോത്സവങ്ങളിൽ ഡാൻസും പാട്ടും വീണയും ഒക്കെ വായിക്കുന്ന ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ വീനസ് എന്ന് പറയുന്ന പ്ലാനറ്റിനെ നമുക്കൊന്ന് എൻഹാൻസ് ചെയ്യണം. എന്ത് ചെയ്യും? ടോപ്പാസ് എന്ന് പറഞ്ഞാൽ അതിൽ കൊടുക്കും. വൈറ്റ് ടോപ്പാസ്, വെള്ള കളറിലുള്ള സബ്സ്റ്റിറ്റ്യൂട്ടുകൾ, ഡയമണ്ടിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടുകൾ വൈറ്റ് ടോപ്പാസ്. തപസ്സമണി എന്ന് പറയും സംസ്കൃതത്തിൽ. തപസ്സമണി ചുരുങ്ങിയൊക്കെയാണ് ടോപ്പാസ് വന്നിരിക്കുന്നതെന്നാണ് പറയുക, മനസ്സിലായേ? എന്നാൽ ഡയമണ്ടിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് കല്ലുകളിൽ ഒന്ന് മോയ്സണൈറ്റ് എന്ന് പറയുന്ന കല്ല്. ഈ മോയ്സണൈറ്റും ശരിക്കും പറഞ്ഞാൽ ഡയമണ്ട് പോലെ തന്നെ ഒരു കാലത്ത് മാർക്കറ്റിൽ ധാരാളം ഡയമണ്ട് എന്ന് പറഞ്ഞ് അറിയാതെ വിറ്റിരുന്ന കാലഘട്ടം. അറിഞ്ഞുകൊണ്ടായിരിക്കണമെന്നില്ല, കാരണം അന്നത്തെ കാലഘട്ടത്തിൽ മോയ്സണൈറ്റ് കണ്ടാൽ ആർക്കും തിരിച്ചറിയാൻ പറ്റില്ല. കാരണം ഡയമണ്ടിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 3.52ഉം മോയ്സണൈറ്റിൻ്റെ സ്പെസിഫിക് ഗ്രാവിറ്റി 3.25 ആണ്. ഡയമണ്ടിൻ്റെ ഹാർഡ്നെസ് കാഠിന്യം മുഹമ്മദൻ സ്കെയിലിൽ 10 ആണെങ്കിൽ ഇത് 9.25 9.5 വന്ന് നിൽക്കുക. ഒരിക്കൽ പോലും തിരിച്ചറിയാൻ പറ്റാതെ ഒരുപാട് മാർക്കറ്റിൽ വന്ന ഒരു കാലഘട്ടത്തിൽ, വർഷങ്ങൾക്ക് മുന്നുള്ള കാര്യം പറഞ്ഞത്. അത് ജുവല്ലറികളിലെല്ലാം വിറ്റുപോയിട്ടുണ്ട്. കാരണം ജുവല്ലറിക്കാർക്കും അറിയില്ല, അവർ കളിപ്പിക്കുമല്ല, അവർക്കറിയില്ല. നമ്മുടെ ഷോപ്പിൽ വന്ന് ഒരു കല്ല് ഒരാൾ വന്ന് വാങ്ങുമ്പം ഞാനതിനെക്കുറിച്ച് അറിയണമല്ലോ. എനിക്കും അറിയാൻ പറഞ്ഞാൽ ഞാൻ ഒരു സപ്ലയർ ഇത് മേടിച്ച് ഇങ്ങനെ കൊടുക്കണമെന്നല്ലല്ലോ. ഇതിനെക്കുറിച്ച് നമ്മളും ബോധ്യവാനാകണം. ആ കാലഘട്ടത്തിൽ ഈ മോയ്സണൈറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഗ്രാഹ്യം കുറവ്, ഒരു നോളജ് കുറവ്, അവയർനെസ് കുറവ് കാരണം ഞാനിതിങ്ങനെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ മൈനിങ് ആൻഡ് ജിയോളജി ട്രിവാൻഡ്രത്ത് ഇതിനൊരു സെമിനാർ തന്നെ സംഘടിപ്പിച്ചു. എനിക്കറിയാം, മൈനിങ് ആൻഡ് ജിയോളജിയിലെ ഡയറക്ടർ ബലരാമൻ സാറ് ഇരിക്കുന്ന സമയം അദ്ദേഹം റിട്ടയറായി. അപ്പോൾ ആ സെമിനാറിന് എന്നെ വിളിക്കുകയും ചെയ്തു, ഇൻവൈറ്റ് ചെയ്തായിരുന്നു. കാരണം ഞാൻ ജെം സ്റ്റോൺസ് പലതും അവിടെ സാറുള്ള കാലഘട്ടത്തിൽ ടെസ്റ്റ് ചെയ്യാനൊക്കെ കൊടുത്തിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് എന്നോട് വളരെ ഒരു സ്നേഹവും താല്പര്യമുള്ള ആൾ. ഞങ്ങൾ ഇന്ന് ഇതുവരെ കണ്ടിട്ടുമില്ല.
കണ്ടിട്ടില്ല. വല്ലപ്പോഴും ഒരു മെസ്സേജ് അയക്കുമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹമാണ്. അപ്പോൾ മോയിസണൈറ്റിൻ്റെ ടെസ്റ്റർ വന്നു. ഡയമണ്ട് ടെസ്റ്ററിനകത്ത് മോയിസണൈറ്റിൻ്റെ ടെസ്റ്ററും കൂടെ ചേർന്നത് വന്നിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമുക്ക് ഇത് മോയിസണൈറ്റ് ആണോ എന്നറിയാം. അതേസമയം ഡയമണ്ട് മാത്രം ടെസ്റ്റ് ചെയ്യുന്ന മെഷീനിൽ മോയിസണൈറ്റ് ടെസ്റ്റ് ചെയ്താൽ കറക്റ്റ് ഡയമണ്ട് എപ്പോൾ നിൽക്കുന്നത്. ഹാർഡ്നെസ് ഓൾമോസ്റ്റ് സിമിലർ ആയതുകൊണ്ടാണത്. അപ്പോൾ ഇത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാവോ? പറ്റത്തില്ല. പറ്റുകയില്ല. അപ്പോഴും നമ്മളെന്താ അറിയേണ്ടത്? ഈ കല്ലിനെ പറ്റി തന്നെ അറിയണം, ഇതിൻ്റെ ഹാർഡ്നെസ് അറിയണം. അപ്പോൾ ഡയമണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് മോയിസണൈറ്റ്, എനിക്ക് മോയിസണൈറ്റ് എന്നൊക്കെ ഞാൻ 18 വയസ്സുള്ള മോക്ക് 2 സ്റ്റഡ് അടിക്കാനാന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കത്തില്ല. ഞാൻ പറയും മേഡം അതങ്ങനെയല്ല, ഇതും നമുക്ക് സെയിം ഡയമണ്ട് എഫക്റ്റ് തരുന്ന സ്കല്ലാണിത്. ലാബ് ഗ്രോൺ ഡയമണ്ട് കറക്റ്റ് എക്സാക്ട്ലി ഡയമണ്ടാണ്. ലാബിൽ ഉണ്ടാക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ സ്പെസിഫിക്കേഷനും ലാബ് ഗ്രോൺ എന്ന് പറയുമ്പോൾ ലാബറട്ടറിയിൽ ഉണ്ടാക്കുമല്ലത്. വലിയൊരു ലോങ് പ്രോസസ്സാണ്. 19th സെഞ്ച്വറിയിൽ ഇതിൻ്റെ ഇൻവെൻഷൻ തുടങ്ങി 20th ഉം 21st സെഞ്ച്വറിയിലാണത് ശരിക്കും അത് രൂപം കൊള്ളുന്നത്. അതിനുശേഷം GE ഇലക്ട്രിക്കൽസ് എന്ന് പറയുന്ന കമ്പനിയാണ് ഇത് ശരിക്കും മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റ് ചെയ്ത് തുടങ്ങിയത്. ഇന്നിപ്പം ലാബ് ഗ്രോൺ ജുവല്ലറികളുണ്ട്, ലാബ് ഗ്രോൺ ഷോറൂംസ് ഉണ്ട്. IGയുടെ സർട്ടിഫിക്കേഷൻ കിട്ടും. 50% മേളിൽ സർട്ടിഫിക്കേഷൻ കിട്ടും നമുക്ക്. അത് ഓൺലി തിങ് എന്ന് വെച്ചാൽ ഒരു സാധാരണ ഡയമണ്ട് മില്യൺസ് ഓഫ് ഇയേഴ്സ് കൊണ്ട് നമ്മൾ ഭൂമിക്കടിയിൽ നിന്ന് ഉണ്ടാകുന്നു. ഹാർഡ്നെസ് 10, സ്പെസിഫിക് ഗ്രാവിറ്റി 3.5 ഇങ്ങനെ ഉണ്ടായി വരുന്നു. ഇത് അതേപോലെ തന്നെ ലാബിലുണ്ടാക്കുന്ന ഒറ്റയാഴ്ച കൊണ്ട്. അതാണ് ആ ഒരു ഡിഫറൻസ്. അപ്പോൾ പ്രൈസ് തീരെ കുറവാണ്. ഇപ്പോൾ ഇന്ന് നമുക്ക് ഗോൾഡും ഡയമണ്ട്സിലോട്ടൊന്നും എത്തി നോക്കാൻ മേലാത്ത തരത്തിലുള്ള, കാരണം ഇതിൻ്റെ ഗോൾഡ് പ്രൈസ് കൂടുന്നതനുസരിച്ചിട്ട് റിപ്പോ റേറ്റ് ചെയ്ത് ഡയമണ്ടിനെല്ലാം വ്യത്യാസം വരും. ഇതൊക്കെ സാധാരണ ഒരാൾക്കൊരു ആഗ്രഹം തോന്നിയാൽ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡയമണ്ട് ഇടണമെന്നൊരു ആൾക്കൊരു മോഹം. ഈ ലാബ് ഗ്രൗണ്ട് ഡയമണ്ട് കറക്റ്റ് സെയിം ആണിത്. നമ്മൾ ഡയമണ്ട്സിൻ്റെ ഒരു പ്രത്യേകതകൾ, അതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് സ്റ്റോണുകൾ, അതിൻ്റെ ഉപയോഗത്തിനെ കുറിച്ചൊക്കെയാണ് പറഞ്ഞത്. മോയിസ്നൈറ്റിനെ കുറിച്ച് പറഞ്ഞു, അതിനുശേഷം ലാബ് ഗ്രൗണ്ട് ഡയമണ്ടിനെ കുറിച്ച് പറഞ്ഞു. എല്ലാവർക്കും കൂടെ കൺഫ്യൂഷൻ ആവുമെന്ന് ഇപ്പം എനിക്ക് സംശയം. അതായത് ഡയമണ്ട്സിന് ഏറ്റവും കാഠിന്യമേറിയ രത്നമാണ് ഡയമണ്ട്. അത് അതായത് ഡയമണ്ട് ആണോ എന്ന് തന്നെ ആൾക്കാർ വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു മോയിസ്നൈറ്റ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പം ഇതിലേക്ക് വരുമ്പോൾ ഡയമണ്ട് ഉപയോഗിക്കാൻ ഒരു താല്പര്യമുള്ള ഒരാൾക്ക് പറ്റുന്ന രീതിയിലേക്ക് ലാബ് ഗ്രൗണ്ട് ഡയമണ്ട് വന്നിട്ടുണ്ട്. ഇതെല്ലാം ഈ സർട്ടൺ ഏജിന് ശേഷമാണ് ബെറ്റർ. പഠനകാലത്ത് അത് അത്ര നല്ലതല്ല എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ആണിത്. നമ്മളിതിനകത്തുനിന്ന് നമ്മൾ പഠിച്ചിരിക്കുന്ന കാര്യമാണ്. കാരണം രസരത്ന സമുച്ചയത്തിൽ വാഗ്ഭടൻ വജ്രം കൊണ്ടുള്ള ഭസ്മം സെക്ഷുവൽ വൈറ്റലിറ്റിയൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സെക്ഷുവൽ വൈറ്റലിറ്റി 18 വയസ്സിലും 17 വയസ്സിലും വേണമെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കാം. കാരണം ഞാൻ ഇതിന് മുന്നേ ഇത് പറഞ്ഞപ്പോൾ ഒരുപാട് കോൺട്രവേഴ്സി ആൾക്കാർ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞൊരു കുഴപ്പമില്ല. നമ്മുടെ ഷോറൂമിൽ എല്ലാം ഏറ്റവും വാല്യുബിളായിട്ട് വെച്ചിരിക്കുന്ന സാധനം ഡയമണ്ട് തന്നെയാണ്. ഡയമണ്ട് ഒരു 10 റിങ് മേടിച്ച് വെക്കുമ്പോൾ തന്നെ നല്ല എമൗണ്ട് ആവും. ഇത് ഞാൻ വിൽക്കാൻ വെച്ചിരിക്കുന്നതാണ്. ആ വിൽക്കാൻ വെച്ചിരിക്കുന്നത് ഞാൻ തന്നെയാണ് പറയുന്നത്. ഇത് പഠിച്ചുകൊണ്ടാണ്. നമുക്ക് അടിയും തടയും പഠിച്ചാൽ എല്ലാം പറ്റിയാലെന്ന് പറഞ്ഞ പോലെ ഇതിനൊരു റെസ്ട്രിക്ഷൻ ഉണ്ട്. ഇപ്പം നമ്മുടെ ഷോറൂമിൽ വന്നാൽ നമ്മൾ കൊച്ചു കുട്ടികൾക്കൊക്കെ ഇത് അടിക്കാനൊക്കെ വന്നാൽ ഞാൻ പറയും വേണ്ട, നമുക്കല്ലാത്ത കല്ലുകളുണ്ട്, അതിട് ഇപ്പോൾ തൽക്കാലം. എന്നിട്ട് നമുക്ക് ഇതിനൊരു ഏജ് ആകുന്ന സമയത്ത് നമുക്ക് ഇടിക്കാം എന്ന് ഞാൻ പറയാറുണ്ട്. നമുക്കറിയാവുന്ന ചില ഒന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞവർക്ക് എന്നാൽ ഓക്കെ. കാരണം നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കല്ല് പ്രവർത്തിക്കും. ഐദർ നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് അതുണ്ടാവും. അത് കറക്റ്റാണ്, അത് സംശയമില്ലാത്ത കാര്യം. അപ്പം ഈ നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ഈ ഡയമണ്ട് സൂട്ടബിൾ ആണ്, മാച്ചിങ് ആണ്. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ അപ്പോൾ അതിനകത്ത് മോയിസണൈറ്റും വേണ്ട, ലാബ് ഗ്രൗണ്ടും വേണ്ട, അതുപോലെ തന്നെ വൈറ്റ് സഫയറും വേണ്ട. വൈറ്റ് സഫയർ ഈ ഒരു വെള്ള പുഷ്യരാഗം എന്ന് പറഞ്ഞ പൗർണമി രത്നം എന്ന് പറയുന്നത് നല്ല ഡയമണ്ട് പോലെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പൗർണമി രത്നം എന്ന് അതിന് പണ്ട് പോലെ പേരുള്ളത്. ഫുൾ മൂൺ കാണുന്ന പോലെ ബ്രൈറ്റ്നെസ് ഉള്ളത്. ഡയമണ്ട് ഇമ്മീഡിയറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് അത് വൈറ്റ് സഫയർ. അത് വേണ്ട. അതിന് ഹാർഡ്നെസ് കുറഞ്ഞ ടോപ്പാസ് ഇടാം, ഓപ്പൽസ് ഇടാം. ഓപ്പൽസും ഇതിന് പറ്റും. ഓപ്പൽസ് എല്ലാം പറ്റും. ഇതെല്ലാം വീനസ് എന്ന് പറയുന്ന പ്ലാനറ്റിനെ ഒന്ന് ട്രിഗർ ചെയ്യും.
ഈ വീനസിന്റെ ഒരു പ്രത്യേകത, ആ ഒരു പ്ലാനറ്റിന്റെ പ്രത്യേകത ഒന്ന് പറയുന്നത് ഈ പറയുന്ന റൊമാൻസ്, തിയേറ്റർ, മ്യൂസിക്, അതായത് കലാപരമായിട്ടുള്ള എല്ലാ കലാ, സാഹിത്യം, എല്ലാം ഇതിനകത്ത് അണ്ടറിലാണ് വിടുന്നത്. ഇത് ശരിക്കും വീനസിന്റെ ഇൻഫ്ലുവൻസ് ഇല്ലാതെ ഒരു ആർട്ടിസ്റ്റുകളും കാണത്തില്ല. അതായത് ഈ കലാകാരന്മാർക്കൊക്കെ ഈ പറയുന്ന പ്ലാനറ്റിന്റെ ഫിലിം സ്റ്റാർസ് ആകട്ടെ, തിയേറ്റർ ആർട്ടിസ്റ്റ് ആകട്ടെ, സിംഗേഴ്സ് ആകട്ടെ, ഇൻസ്ട്രുമെൻറ്റ്സ് കൈകാര്യം ചെയ്യുന്നവരാകട്ടെ, ഇവർക്കെല്ലാം നമുക്ക് കറക്റ്റ് നമുക്ക് ഈ വീനസിന് ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും. ഞാൻ ഈയിടെ ഒരു മൃദംഗ ആർട്ടിസ്റ്റ്, പുള്ളിക്ക് വലിയ ഡേറ്റ് ഓഫ് ബർത്തും അറിയത്തില്ല, ടൈം വർഷം പേര് പറയുന്നില്ല, ഉള്ള ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുള്ള പെർഫോമറാണ്, കേരളത്തിലെ പെർഫോമറാണ്. ഇപ്പോൾ പുള്ളിയെ ഞാനുമായിട്ട് സംസാരിച്ചപ്പോൾ എനിക്കൊരു ഡയമണ്ട് ഒരു സ്റ്റഡ് അടിക്കണമെന്ന് പറഞ്ഞു. എനിക്ക് ഒരു സംശയം ഉണ്ടായില്ല, പുള്ളിയുടെ അടിച്ചോളാൻ പറഞ്ഞു. പക്ഷെ പുള്ളിക്ക് ഞാൻ ലാബ് ഗ്രൗണ്ടാണ് കൊടുത്തിരിക്കുന്നത്. കാരണം അത്രയും പൈസ വരത്തില്ല. ഒരു 50 സെൻസിൻ്റെ ഒരൊറ്റ ഒരെണ്ണം അടിച്ച് കൊടുത്തിട്ടുണ്ട്. പുള്ളി ഒരു കുഴപ്പമില്ല മാഷെ, ഉഗ്രനായിട്ട് പോകുന്നു, പ്രോഗ്രാം നന്നായിട്ട് പോകുന്നു. തന്നെ ഈ സ്റ്റേജിലിരുന്ന ഇത് വെട്ടിത്തിളങ്ങും. സ്റ്റേജിലിരുന്നാൽ ഇത് ശരിക്കും പറഞ്ഞ് ലൈറ്റ് അടിച്ചിരിക്കാൻ തോന്നുന്നു നമ്മളെ, അത്ര ഫ്ലാഷ് ആയത്. കാരണം നമ്മൾ കൊടുക്കുന്ന VVS D കളറാണ്, ടോപ്പ് ക്ലാരിറ്റിയാണ്. E2F കളർ നോർമൽ, D കളർ അതിൻ്റെ ടോപ്പ്. ഡയമണ്ട് നിങ്ങൾ മേടിക്കുമ്പോഴും അങ്ങനെയാണ്. നമ്മൾ ഡയമണ്ട് കടകളിലെല്ലാം ഉണ്ട്, പക്ഷെ നമ്മൾ മേടിക്കുക ഇനിയിപ്പം ഇതെല്ലാം നോക്കിയിട്ട് മേടിക്കുമെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒന്നും നോക്കാതെ ഞാനങ്ങ് മേടിക്കുക. മകളുടെ കല്യാണത്തിന് ഒരു ഡയമണ്ട് സെറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞ് പോയി മേടിക്കുമ്പോൾ നാച്ചുറൽ ഡയമണ്ട് എന്ന സർട്ടിഫിക്കറ്റിൻ്റെ അടിയിൽ കാണും, അത് മാത്രമായിരിക്കും നമ്മൾ ചെക്ക് ചെയ്യുന്നത്. പക്ഷെ അതിൻ്റെ മേളിൽ ഗ്രേഡ് എഴുതിയിട്ടുണ്ട്. ഏത് കാറ്റഗറി? VVS IF മുതൽ ഇങ്ങോട്ടുണ്ട്. IF എന്ന് പറഞ്ഞാൽ ഇന്റേണലി ഫ്ലോലെസ്, ഒരു ഫ്ലോസും അതിനകത്ത് കാണത്തില്ല. അതിന് GI നമ്മൾക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള നിലയിൽ ഒരു ഡയമണ്ട് മേടിക്കുകയാണെങ്കിൽ ഒരു സോളിറ്റയർ IF ക്വാളിറ്റി വേണം മേടിക്കാനായിട്ട്. മേടിക്കുക, നല്ല കളർ, D കളർ പോലത്തെ കളർ ഉണ്ടെങ്കിൽ അത് മേടിക്കുക. GIA സർട്ടിഫിക്കേഷൻ, ജെമോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്കയുടെ സർട്ടിഫിക്കറ്റ് മേടിക്കുക. ഇത് നിങ്ങൾക്ക് ലോകത്തെവിടെയും വിൽക്കാം. സോളിറ്റയർ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു കുറച്ച് വലിയൊരു ക്യാരക്ടേജിനെയാണ് നമ്മൾ സോളിറ്റയർ എന്ന് പറയുന്നത്. സാധാരണ നമ്മുടെ ആഭരണത്തിലൊക്കെ ഇപ്പം റിങ്ങിലോ അല്ലെങ്കിൽ നെക്ലേസിലൊക്കെ ഉണ്ടാവുന്ന വളരെ ചെറിയ 50 സെന്റ് മേളിൽ നമുക്ക് സോളിറ്റയർ എന്ന് പറയാം. അതാ അങ്ങനെ അതേപോലെ കാണുന്നത്. അപ്പോൾ ഇത്ര ഉള്ളൊരു സാധനം ലക്ഷക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നീട് അതിൻ്റെ ഒരു അപ്രിസിയേഷൻ കൊണ്ട് നടക്കാനായിട്ട് നിങ്ങൾക്ക് 2 കോടി 3 കോടിയും കാശ് കൊണ്ടാ വെറുതെ. ഇപ്പോൾ ഡയമണ്ട് ഇത്രേ ഉള്ളൂ. ഇങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്, വാങ്ങുന്നവരുണ്ടാവും. എനിക്ക് മനസ്സിലായല്ലേ? അപ്പം ഇങ്ങനെ ആണ് ഇതിൻ്റെ. അപ്പോൾ അതിനകത്ത് നമ്മൾ ആ ഗ്രേഡ് നോക്കണം. പിന്നെ നമ്മളെപ്പോലുള്ള നോർമൽ ആൾക്കാർക്ക് VVS EF കളർ, നമുക്കിപ്പോൾ ഒരു നെക്ലസ് മേടിക്കണം, ഒരു കല്യാണത്തിന് ആഗ്രഹം, VVS EF കളർ, E2F കളർ ഉപയോഗിക്കാനായിട്ട് ഒരു കുഴപ്പമില്ല. നമ്മൾ ഡയമണ്ട്സിനെ കുറിച്ചാണ് പറഞ്ഞു വന്നിരുന്നത്. അതിൻ്റെ ഉപരത്നങ്ങൾ അല്ലെങ്കിൽ അതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രത്നങ്ങളെ കുറിച്ച് പറഞ്ഞു. ആ കൂടെ പറഞ്ഞ ഒരു കാര്യമായിരുന്നു വൈറ്റ് സഫയർ. ഡയമണ്ടിൻ്റെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് രത്നമാണ്. ഡയമണ്ടിൻ്റെ ഹാർഡ്നെസ് വരുന്നില്ല. കാരണം ഡയമണ്ട്, മോയ്സ്ചറൈറ്റ്, ലാബ് ഗ്രോൺ ഒക്കെ ഓൾമോസ്റ്റ് ഹാർഡ്നെസ് ഡയമണ്ടുമായിട്ട് സെയിമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ വിവിധ രത്നങ്ങളും വിവിധ തരത്തിലുള്ള ഹാർഡ്നെസ്സാണ്. അത് നമ്മൾ ഏതൊക്കെ പ്രായത്തിൽ എന്തിനു വേണ്ടി എന്നുള്ളതെല്ലാം ചിന്തിച്ചതിന് ശേഷം വേണം നമ്മൾ കല്ല് സജസ്റ്റ് ചെയ്യാനായിട്ട്. സജഷൻ്റെ കാര്യം പറഞ്ഞു. അല്ലാതെ നമ്മളിപ്പോൾ ഒരു ദശാകാലം നടക്കുന്ന അതിൻ്റെ കല്ല് അങ്ങനെയല്ലത്, കറക്റ്റ് അല്ലത്. അപ്പോൾ അത് നമ്മൾ വൈറ്റ് സഫയറിലേക്ക് വരുമ്പം ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ പൗർണമി രത്നം എന്ന് പറയുന്ന അതേപോലുള്ള ഭയങ്കര ബ്രൈറ്റ്നസ് ഉള്ള കല്ല. നല്ല വൈറ്റ് സഫയർ ഇപ്പം കിട്ടുന്നില്ല. വളരെ റെയറാണ്. വളരെ റെയർ എന്ന് പറഞ്ഞാൽ യെല്ലോ സഫയറിൻ്റെ ലോട്ടിനകത്തുള്ള കളറ് കുറഞ്ഞ വെള്ളക്കല്ലുകളാണ് ഇപ്പോൾ വൈറ്റ് സഫയർ എന്ന് പറഞ്ഞ് വരുന്നത്. പക്ഷേ അത് നമ്മൾ കാലക്രമത്തിൽ ഉപയോഗിക്കുമ്പോൾ വെയിൽ കൊണ്ടിട്ട് ഇത് മഞ്ഞ കളറിലേക്ക് മാറും. അപ്പം നമ്മൾ വൈറ്റ് സഫയർ ഉപയോഗിക്കുന്നത് വീനസിനെ പ്രൊമോട്ട് ചെയ്യാനാണെങ്കിൽ മഞ്ഞയാകുമ്പോഴത്തേക്ക് അത് യെല്ലോ സഫയറിൻ്റെ ഗുണമാണ് പിന്നെ ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യാൻ സാധ്യതയുണ്ടല്ലേ? എനിക്കൊന്ന് ഇത് കിട്ടാൻ ഇതുപോലെയുള്ളൊരു കുറവ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റെയർ ആയതുകൊണ്ട് തന്നെ വൈറ്റ് സഫയറിന് റേറ്റ് അല്ലെങ്കിൽ പ്രൈസിൽ കുറച്ച് അധികമുള്ള രക്തമാണ്. അതെ.
നല്ല ബ്രൈറ്റ് സഫയർ വളരെ ബുദ്ധിമുട്ടാണ് കിട്ടാനായിട്ട്. തന്നെ ഈ ഒരു റിസ്ക് ഇതിനകത്തുണ്ട്. നമ്മൾ മോതിരം റിങ്ങിലോട്ടോ സ്റ്റഡിലോട്ടൊക്കെ നമ്മൾ മൗണ്ട് ചെയ്ത് കൊടുക്കുന്നവരെയും കുഴപ്പമില്ല. ഇത് ഉപയോഗത്തിൽ കാരണം നല്ല യെല്ലോ സഫയർ, ശ്രീലങ്കൻ പെയിൽ യെലോയിഷ് സഫയർ, യെല്ലോ സഫയർ നമ്മൾ ഷോറൂമിൽ ഇരിക്കുമ്പം അതിൻ്റെ കളർ കുറയും. ആ മഞ്ഞ കളർ കുറച്ച് കുറഞ്ഞിട്ട് അത് നമ്മൾ പുറത്ത് പിന്നെ വെയിലത്ത് കാണിക്കുമ്പോഴാണ്, വെയിലത്ത് വെക്കുമ്പോൾ ചില കല്ലുകൾ നമ്മൾ വെയിലത്ത് വെക്കാറുണ്ട്, വെയിലത്ത് വെക്കുമ്പോൾ പഴയ പോലെ ആ കളറിലേക്ക് കയറി വരും. അത് നാച്ചുറലായിട്ടുള്ള യെല്ലോ സഫയറിൻ്റെ ഒരു പ്രതിഭാസമാണ്, ലക്ഷണം അതാണ് നാച്ചുറലായിട്ടുള്ളത്. അതേസമയം ഇപ്പം ബെറിലിയം ഇട്ട് കളർ എൻഹാൻസ് ചെയ്ത് വരുന്ന ഡാർക്ക് യെല്ലോ സഫയറിന് ഒരു മഞ്ഞും ഒരു ചൂടും ഒന്നും അതിന് വിഷയമല്ല. കാരണം അത് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു കെമിക്കൽ അതിനകത്ത് കയറ്റി വെച്ചിരിക്കുക, അതിന് കളറ് പോകത്തില്ല. അത് കാലക്രമേണ അതിൻ്റെ കളർ കുറയുമോ കൂടുമോ ഒന്നും ചെയ്യത്തില്ല. അതായത് നമ്മൾ ഈ മുമ്പേ പറഞ്ഞ പോലെ ഈ മൈനിങ്ങിൻ്റെ ജോലി എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവും ഒരു സാധാരണ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്നതോ ഒന്നുമല്ല. ഈ കമ്പനിക്കാരാണ് ചെയ്യുന്നത്. ഞാൻ പറഞ്ഞു ഏറിയ ഒരു ഗവൺമെൻറ്റുമായിട്ടുള്ള ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് വളരെ എക്സ്പെൻസീവാണിത്. യെല്ലോ സഫയർ മൈൻ ചെയ്താൽ ചിലപ്പോൾ യെല്ലോ ഷെയ്ഡുകൾ ഒരു പകുതി, ഒരു വലിയൊരു രത്നതളത്തിൽ ഒരു മൂലയ്ക്കായിരിക്കും കുറച്ച് കാണുന്നത്, ബാക്കിയെല്ലാം വൈറ്റ് ആയിരിക്കും. അതിന് പകരം ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് വെച്ചാൽ ബെറിലിയം ഹീറ്റ്, അതായത് ഹൈ പ്രഷറിൽ ഇത് ഹീറ്റ് ചെയ്തിട്ട് ഈ ബെറിലിയം എന്ന് പറയുന്ന കെമിക്കൽ ചേർത്താൽ യെല്ലോ കളറിലേക്ക് അങ്ങ് വരിക, ഡാർക്ക് യെല്ലോ കളറിലേക്ക് വരിക. അത് മാർക്കറ്റ് ചെയ്യാൻ എളുപ്പമാണ്. പക്ഷെ നമ്മൾ യെല്ലോ സഫയർ എന്തിനു ധരിക്കുന്നു ആ ഫലം ഉണ്ടാകത്തില്ല. ഒരു ഫാൻസി എന്ന രീതിയിൽ നമുക്കതിനെ അങ്ങനെ അല്ലേ. പക്ഷെ എല്ലാം ഓൾമോസ്റ്റ് ഒരു 80% ജുവല്ലറികളിലും ഈ സഫയറാണ് ഉള്ളത്. ഡാർക്ക് മഞ്ഞ കളറാണ്, ഡാർക്ക് മഞ്ഞ കളറാണ്. അതിന് സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് മറ്റേ രത്നദളമാണല്ലോ, ഹാർഡ്നെസ് കറക്റ്റ് ആയതുകൊണ്ട് ലാബുകാർ അതിന് സർട്ടിഫിക്കേഷൻ കൊടുക്കും. പക്ഷെ നല്ല ലാബുകാർ അതിനടിയിൽ ഒരു കൺക്ലൂഷൻ എഴുതും, അതായത് എൻഹാൻസ്ഡ് തെർമൽ എൻഹാൻസിങ്, കളർ എൻഹാൻസ്ഡ് എന്ന് നല്ല ലാബുകാർ കൊടുക്കും, എഴുതണം. നമ്മൾ നാച്ചുറലായിട്ടുള്ള യെല്ലോ സഫയർ കൊടുക്കുമ്പോൾ നാച്ചുറൽ യെല്ലോ സഫയർ കൺക്ലൂഷനിനകത്ത് നാച്ചുറൽ എന്ന് തന്നെ കാണും. അതിൻ്റെ കൺക്ലൂഷനിലാണ് നോ ഹീറ്റ് ട്രീറ്റ്മെൻറ്റ്. നമുക്കിപ്പോൾ നല്ല യെല്ലോ സഫയറൊക്കെ 8-10 ക്യാരറ്റിൻ്റെയൊക്കെ ആണെങ്കിൽ നമ്മളതിൻ്റെ കൺട്രി ഓഫ് ഒറിജിനും കൂടെ എടുക്കുന്നത്. അതിൻ്റെ 10,000-10,000 രൂപ ആ സർട്ടിഫിക്കേഷന് വിലയാണ്. അതായത് ഡീറ്റെയിൽസ് കൂടുതലുള്ള അല്ലെങ്കിൽ വളരെ ഡീറ്റെയിൽ സർട്ടിഫിക്കറ്റിന് 10,000-15,000 രൂപ നമ്മൾ കൊടുക്കണം. അത് 10 ക്യാരറ്റൊക്കെയാണ് നല്ല പ്രൈസ് കൊടുക്കണം. കൊടുത്ത് അങ്ങനെ കിട്ടും നമുക്ക് കൺട്രി ഓഫ് ഒറിജിനൊക്കെ. ഏത് സ്ഥലത്തു നിന്നാണ് കിട്ടിയതെന്ന് അറിയാനായിട്ട് പറ്റുമല്ലേ. കാരണം അത്രയും വില ഒരു കസ്റ്റമർ മുടക്കുമ്പം നമ്മളത് കൊടുക്കാൻ തയ്യാറായിരിക്കണം. ഇപ്പം 2-3 ക്യാരറ്റിൻ്റെ കാര്യമല്ല പറഞ്ഞത്, ഒരു 8 ക്യാരറ്റ് മുതൽ 10 ക്യാരറ്റ് 12 ക്യാരറ്റ് വരെയുള്ള യെല്ലോ സഫയറിൻ്റെ കാര്യമാണ് പറഞ്ഞത്. പീൽ യെലോയിഷ് സാർ ഇതിന് കളറില്ല, മറ്റേ അടുത്തൊക്കെ നല്ല കളറാണല്ലോ എന്ന് ചോദിച്ച് അതിന് വേണ്ടിയിട്ട് ഞാൻ സ്പെസിമെൻ കടയിൽ മേടിച്ച് വെച്ചിട്ടുമുണ്ട്. ഇതാണ് ഈ ട്രീറ്റഡ് അല്ലെങ്കിൽ കളർ കയറ്റിയ രത്നവും നാച്ചുറൽ ആയിട്ടുള്ള പലതരത്തിലുള്ള ഹീറ്റിങ്ങും ട്രീറ്റിങ്ങും ഡിഫ്യൂസ് സ്റ്റോൺസ്. നാച്ചുറൽ കല്ലുകൾ വരുമ്പം ആർട്ടിഫിഷ്യലായിട്ടുള്ള കല്ലുകളും കയറി വരും. അത് നല്ല നോട്ടും കള്ളനോട്ടും ഉണ്ടാവുമെന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ കാര്യങ്ങളെല്ലാം കയറി വരുന്നത്. അതൊക്കെ വലിയ ചില നമ്മൾ രാജ്യത്തിൻ്റെ പേരൊന്നും പറയുന്നില്ല, അവർ ഇങ്ങനെയുള്ള സംഗതികൾ ചെയ്യാൻ തന്നെയായിട്ട് ഫാക്ടറി കോടിക്കണക്കിന് രൂപ മുടക്കി ഇരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ എപ്പോഴും രത്നങ്ങൾ വാങ്ങുമ്പോഴാണെങ്കിലും ഉപയോഗിക്കുമ്പോഴാണെങ്കിലും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഇത്. അത് അനുയോജ്യമാണ് എന്ന് മാത്രം കൊണ്ടത് ആയില്ല. നമ്മളതിനെക്കുറിച്ച് നമുക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു പ്രായത്തിൽ നമുക്ക് ഈ രത്നം ഉപയോഗിക്കാൻ പറ്റുന്നതാണോ, പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന രത്നം എത്രത്തോളം നാച്ചുറലാണ് എന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വേണം നമ്മൾ അതിൻ്റെ ഒരു ഉപയോഗത്തിലേക്കൊക്കെ പോകാനായിട്ട്. ഇപ്പം നമ്മൾ ഡയമണ്ട്സിനെ കുറിച്ച് പറഞ്ഞു, വൈറ്റ് ടോപ്പാസ് ഇപ്പം ഡയമണ്ട് അനുയോജ്യമാണ്. പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ വൈറ്റ് ടോപ്പാസിലേക്ക് പോകാമെന്ന് പറഞ്ഞു. ഈ വൈറ്റ് ടോപ്പാസ് ഉപയോഗിക്കുമ്പോൾ അത് എങ്ങനെയാണ് നോർമലി അതിൻ്റെ ഒരു ക്യാരറ്റേജ് ഒക്കെ നമ്മൾ എങ്ങനെയാണ്? സെമി പ്രീഷ്യസ് വരുമ്പോൾ അതിന് ഹാർഡ്നെസ് കുറവാണ്. ഒരു 3+ ക്യാരറ്റ് എപ്പോഴും നല്ലത്, മിനിമം 3 to 4 അതുപോലെ ബോഡി വെയിറ്റ് ഒക്കെ ഉള്ളവരാണ് 5 to 6, 7, 10 വരെ ഉപയോഗിക്കാം.
മനസ്സിലായില്ലേ? ഓക്കെ. ആ ഒരു ബോഡി വെയിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തിട്ടല്ലേ. എടുത്തിട്ട് പിന്നെ അത് ഞാൻ ചോദിക്കുന്നത് കുറച്ച് കാലം കഴിയുമ്പം ആൾക്കൊരു ഡയമണ്ടൊക്കെ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളെ ഒന്ന് കൺസൾട്ട് ചെയ്യുന്നവരാണെങ്കിൽ ഡയമണ്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൾക്ക് മാത്രമേ ഈ ടോപ്പാസ് നമ്മൾ വെയിറ്റ് ടോപ്പാസ് കൊടുക്കുന്നുള്ളൂ. അതിൽ ഏജ് മാത്രമാണ് നമ്മൾ ടീനേജ് ആയതുകൊണ്ട് നമ്മൾ വെയിറ്റ് ടോപ്പാസാണ് കൊടുക്കുന്നത്. ആ കുട്ടിക്ക് ഒരു 5 കൊല്ലം കഴിഞ്ഞ് ഒരു 25 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് ഡയമണ്ട് കൊടുക്കാം, ഒരു കുഴപ്പമില്ല. അന്നേരം ഈ വൈറ്റ് ടോപ്പാസ് കണ്ടിന്യൂ ചെയ്യാം. ആൾക്ക് ലൈഫ് ടൈം അല്ല വൈറ്റ് ടോപ്പാസ് തന്നെ സൈഡിൽ ഇപ്പോൾ ഒരു 10 സെൻറ്റ് ആണെങ്കിൽ വൈറ്റ് ടോപ്പാസ് അഴിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഡയമണ്ട് വെച്ച് റിങ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും പെട്ടെന്ന്. ആ ഒരു ചേഞ്ചസ് ഒക്കെ വരുത്താനായിട്ട് പറ്റും. ചെയ്യുന്നത് 18 ക്യാരറ്റിലായിരിക്കണം എന്ന് മാത്രം. ഈ ഡയമണ്ട് ഹാർഡ്നെസ് ഉള്ളതുകൊണ്ട് ഹാർഡ് മെറ്റൽ ആയിരിക്കണം. പിന്നെ സിൽവറിൽ ഇടുന്നവരുണ്ട്, സൂക്ഷിക്കാൻ പറ്റുമെങ്കിൽ സിൽവർ ഉപയോഗിക്കാം. ഓക്കെ. എനിക്ക് തോന്നുന്നു നമ്മൾ ഡയമണ്ട്സിനെ കുറിച്ചോ അല്ലെങ്കിൽ അതിൻ്റെ ഉപയോഗത്തെക്കുറിച്ചൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിവരങ്ങളും വിശേഷങ്ങളുമായിട്ട് വരുന്ന എപ്പിസോഡിൽ നമുക്ക് കണ്ടുമുട്ടാം. ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാനായിട്ടുള്ള സമയമായി. നന്ദി, നമസ്കാരം.